എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ നഗറ്റ്സ്. ഇത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ട ചേരുവകൾ ഇതൊക്കെയാണ്. നഗറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് ചിക്കനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ഗാർലിക് പീസ്, ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ ജിഞ്ചർ, 2 മിൻറ്റ് ലീവ്സ്, അധികം വേണ്ട, ഒരു ചെറിയ തണ്ട് മല്ലിയില, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 മുട്ട, ഉപ്പ് വേണം, പിന്നെ വറുക്കാനുള്ള എണ്ണ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഫ്രഷ് ബ്രെഡ് ക്രംസ് ആണ് നല്ലത്. ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് നഗറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാറിലേക്ക് ചിക്കനും പെപ്പർ പൗഡറും മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. നമുക്ക് എല്ലാം ഒരുമിച്ച് അരക്കണം എന്നില്ല, 2ആയിട്ട് അരച്ചെടുത്താലും മതി. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി നേരം അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ലൊരു മിക്സ്ചർ കിട്ടും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇത് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് കൈ നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് തുടച്ച് അതിൽ കുറച്ച് എണ്ണ എടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് മുട്ടയിലിടാം. ഒന്ന് നല്ലോണം മുട്ട എല്ലായിടത്തും ആയതിനു ശേഷം അതെടുത്ത് ബ്രെഡ് ക്രംസിൻ്റെ പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാത്തിലും ഞാൻ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നഗറ്റ്സിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആവാനായിട്ട് ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യണം. ഞാൻ മിക്കവാറും ഓവർനൈറ്റാണ് വെക്കാറ്. നമ്മളിങ്ങനെ കണ്ടെയ്നറിനകത്ത് വെക്കുന്ന നേരത്ത് ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത നഗറ്റ്സ് ആണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകോട്ട് വേവത്തുമില്ല. നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നല്ലോണം വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടോ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാം വറുത്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. എന്നിട്ട് ആ സൈഡും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നഗറ്റ്സ് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് പോകാനായിട്ട് സഹായിക്കും. ടൊമാറ്റോ സോസും ചിക്കൻ നഗറ്റ്സും നല്ലൊരു കോമ്പിനേഷനാണ്. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.